ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനത്തിൽ നിന്ന് പഠിക്കാൻ നമുക്ക് കുറച്ച് പാഠങ്ങളുണ്ട്. അതൊന്ന് നോക്കാം. ഇന്നത്തെ 100 days 100K ചലഞ്ച്. പാഠം നമ്പർ 1, ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റീസ്. ബാങ്കറായിരുന്ന അദ്ദേഹം ഗോൾഡ് ബിസിനസ്സിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് അറ്റ്ലസ് ജ്വല്ലറി തുടങ്ങാൻ തീരുമാനിച്ചത്. പാഠം നമ്പർ 2, എംപ്ലോയീസിന് വിശ്വസിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, എല്ലാത്തിനും ഒരു കണക്ക് വേണം. അദ്ദേഹം ചെയ്യാതെ ഇരുന്നു പോയ ഒരു പാഠമാണ്, പക്ഷെ ആ പാഠം നമ്മളെങ്കിലും ഉൾക്കൊള്ളാൻ തീരുമാനിക്കാം. പാഠം നമ്പർ 3, പറ്റിയാൽ രാജ്യങ്ങൾ അതല്ലെങ്കിൽ സംസ്ഥാനങ്ങളെങ്കിലും പടർന്നു നിൽക്കുന്ന ഒരു ബിസിനസ് എംപയർ കെട്ടിപ്പടുക്കുക. കാരണം ഗൾഫ് യുദ്ധങ്ങളുടെ സമയത്ത് അദ്ദേഹത്തിന് ബാക്കി എല്ലാ UAE-യിലുള്ള ബ്രാഞ്ചസും നശിച്ചു പോയപ്പോഴും ഒരു ബ്രാഞ്ച് മാത്രം ബാക്കി നിന്നു. അത് യുദ്ധം സ്ഥലത്ത് നിന്ന് പുറമെ ആയതുകൊണ്ട് അതിൽ നിന്ന് പിന്നെയും പൊട്ടിപ്പുറപ്പെട്ട് അവർക്ക് വീണ്ടും ആ എംപയർ ബിൽഡ് ചെയ്യാൻ സാധിച്ചു. സോ നിങ്ങളുടെ ഒരു സംസ്ഥാനത്തിന്റെ എക്കണോമി മോശമാണെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിലുള്ള എക്കണോമിയിൽ നിന്ന് നമുക്ക് പിടിച്ചു കയറാൻ പറ്റും എന്ന് പറയുന്ന ഒരു വിശ്വാസം. ആൻഡ് ഏറ്റവും വലിയ പാഠം, 4ാമത്തെ പാഠം, 80-ാം വയസ്സിലും 3 പ്രാവശ്യം സമൂഹം പൊട്ടിപ്പോയി എന്ന് പറയുന്ന സാഹചര്യത്തിലും വീണ്ടും അറ്റ്ലസ് ജ്വല്ലറിക്ക് ഒരു ഇൻവെസ്റ്ററെ കണ്ടുപിടിച്ച് വീണ്ടും അറ്റ്ലസ് ജ്വല്ലറിയുടെ ഒരു ഷോറൂമെങ്കിലും തുറക്കാൻ അദ്ദേഹം കാണിച്ച ഒരു ആർജവമുണ്ട്. അത് നടന്നില്ല. ഒക്ടോബർ 2 2022 അദ്ദേഹം മരിച്ചു. 1 വർഷമായി അദ്ദേഹം മരിച്ചിട്ട്. പ്രണാമം സർ, ഞങ്ങൾക്ക് വലിയൊരു പാഠങ്ങൾ സമ്മാനിച്ചതിന്. അപ്പോൾ സീ ടുമാറോ, ബൈ.